അവസ്ഥയിലാക്കിയ ആള് ഈ കമ്പനി തന്നെ ഉണ്ടാവും. എന്ത് വില കൊടുത്തും അയാളെ കണ്ടുപിടിക്കണം. പാറു, വാ, വന്നൊപ്പിട്. എന്താ പാറു ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് പാറു. നീ ഇന്ന് പതിവിൽ നേരത്തെ വന്നല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി. പാറു, ഇത് ഞാനാ. നീ എന്തിനെ പേടിക്കുന്നത്? നിനക്കെന്താ പയ്യേ? തല പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. അല്ല, സൗസോ ഇപ്പോ നിന്റെ കൂടെ അല്ലേ താമസിക്കുന്നത്? അവളെന്താ നിന്റെ കൂടെ വരാത്തത്? മീര രാവിലെ തന്നെ ഇറങ്ങിയപ്പോ എന്നെ ഇവിടെ ഇറക്കാന്ന് പറഞ്ഞു. വയ്യാത്തതുകൊണ്ട് സ്കൂട്ടറിൽ കയറാൻ മീര കുറെ നിർബന്ധിച്ചു. ഇവിടെ വരെ അവളെ കൊണ്ടാക്കിയത്. സൗന്ദര്യ പുറകെ വരുന്നുണ്ടാവും. അവളെ തനിച്ച് വിടാൻ പാടുണ്ടോ? വഴി അറിയാതെ എവിടെയെങ്കിലും പെട്ടു. മോഹൻചേട്ടാ, അയ്യോ, നിനക്കതെന്ത് പറ്റി? ഇത്രയും കാലം അമ്മുമ്മയുടെ വീട്ടിൽ നിന്ന് വരാറുള്ളോണ്ട് ഇങ്ങോട്ട് പെട്ടെന്ന് നടന്നു വരാൻ പറ്റാറുണ്ട്. ഹോസ്റ്റല് ഇവിടെ നിന്ന് വളരെ ദൂരത്തല്ലേ. ബസ്സില് തിക്കിലും തിരക്കിലും പെട്ട് ഇവിടെ വരെ എത്തുമ്പോഴത്തേക്കും പാതി ജീവൻ പോവും. നീ എങ്ങനെ ഇത്രയും കാലം ജോലിക്ക് വന്നിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവക്കെ ബുദ്ധിയുള്ളതുകൊണ്ടാ ഇവള് സൈക്കിളിൽ വരുന്നേ. ശരിയാ, ഇനി മുതൽ ഞാനും നിന്റെ കൂടെ സൈക്കിൾ വന്നോളാം. അത് കൊള്ളാം. ഇവക്ക് അസുഖം ഉള്ളതുകൊണ്ടാ ഇവള് സൈക്കിളിലെ യാത്ര മതിയാക്കിയത്. ഇവള് വയ്യാത്ത അവസ്ഥയില് നിന്നെയും വെച്ചോണ്ട് സൈക്കിൾ ചോടണോ? ശരിയാ, ഇവൾക്ക് തീരെ വയ്യ. കഴിഞ്ഞ ദിവസം ഇവൾക്ക് തലവേദന കൂടിയിട്ട് ഞാൻ മരുന്ന് വാങ്ങാൻ പോയി. ആ കടയിൽ വെച്ചേ. സൗന്ദര്യ, നീ എന്തിനാവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് മോഹൻ ചേട്ടനെ പേടിപ്പിക്കുന്നത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പാറു? ഇല്ല, ചെറിയ തലവേദനയേ ഉള്ളൂ. എന്താടാ അവിടെ? വന്നു കരുനാഗം. കരുണാകരൻ പല സ്ഥലങ്ങളിലും ഞാൻ കാരണം നാണം കെട്ടിട്ടുണ്ട്. എന്നോട് പകരം ചോദിക്കാനായിട്ട് എന്നെ ഈ അവസ്ഥയിലാക്കിയത് ഇയാളായിരിക്കോ?
എന്തുട്ടടി കാണിക്കണേ? സാറിന്റെ ഷർട്ടില് ഈ നൂലുണ്ടായിരുന്നു. എന്താടി ഇങ്ങനെ ഒരേ നമ്പർ ഇറക്കി എന്നെ പേടിപ്പിക്കാന്നാണ് നിന്റെ വിചാരം? ഇയാൾക്ക് പറവനെ ചീത്ത വിളിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി. ഇത്രയും കാലം അവൾ ലീവ് എടുത്തതിന്റെ കണക്കൂടി തീർക്കും. ഇങ്ങനെ എപ്പോഴും ലീവ് എടുക്കാൻ മാത്രം എന്താ സുഖടി നിനക്കുള്ളത്? എന്നെ തുറച്ചു നോക്കാൻ മാത്രം എന്റെ മുഖത്ത് എന്താടി ഉള്ള? ഒന്നുമില്ല. നീ ഈ കമ്പനിയിൽ വരാത്തോണ്ടേ ഇവിടെ പണിയൊന്നും നടക്കില്ല എന്ന് നീ കരുതുന്നുണ്ടാ? അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട. നിന്നെ കാണാനില്ലെന്നും പറഞ്ഞേ നിന്റെ ആ കാമുകൻ 24 മണിക്കൂർ ഇവിടെ ഓട്ടത്തില. അവനില്ലാതെ ഇവിടുത്തെ ജോലികളൊക്കെ മുടങ്ങിക്കിടക്ക. ഇനി മേല ആവശ്യമില്ലാതെ ലീവ് എടുത്തു പോകരുത്. നോക്കി നിൽക്കാതെ പോയി ജോലി ചെയ്യടി. ഓടി. നീ എന്നാ ഇവിടെ കണ്ടോണ്ടിരിക്കണേ? ഓടാ. ശരി സാറേ, ബാ. ഈ വെറ്റുകളൊക്കെ കൊണ്ട് ഞാൻ എങ്ങനെ ജോലി ചെയ്യിപ്പിക്കാനാ? ദൈവം നമ്പരം വിചാരിച്ച പോലും നടക്കില്ല. പിന്നല്ലേ ഈ കരുണാകരൻ. എല്ലാം ഈ കരുണാകരന്റെ തലയിലെഴുത്ത്. എന്റെ കരുണാകരോ. അമ്മേ, എന്താ മോനെ, എന്താ പറ്റിയത്? ഒന്നുമില്ല അമ്മേ, അമ്മ കിടന്നോ. എന്താ മോനെ പറ്റിയത്? അയ്യോ അമ്മ കയറണ്ട, നിലത്ത് ചൂടുവെള്ളം വീണ് കിടപ്പുണ്ട്. നിന്റെ കയ്യിലായോ? നോക്കട്ടെ. അയ്യോ.